മാസം പല വീടുകളിലും എത്തിയ കറണ്ട് ബില്ലിൽ ഒരു പുതിയ വാചകമുണ്ടായിരുന്നു. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 10 വർഷങ്ങൾ എന്നത്. ഒറ്റ നോട്ടത്തിൽ അത് ഒരു വിവരവാചകമായി തോന്നാം, അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ചെറിയ അഭിമാന പ്രകടനമായി. പക്ഷേ ഒരു വൈദ്യുതി ബില്ലിൽ അത്തരം ഒരു വാചകം എന്തിനാണ് അച്ചടിക്കേണ്ടി വന്നത് എന്ന ചോദ്യം ചോദിച്ചാൽ വിഷയം അത്ര ലളിതമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തു വരുന്ന കാലഘട്ടത്തിലാണ് ഈ മാറ്റം വരുന്നത് എന്നതും യാദൃച്ഛികമൊന്നുമല്ല. ഫ്ലെക്സുകളും ബാനറുകളും ഉദ്ഘാടനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ പോലെ തന്നെ സർക്കാർ ഇതുവരെ ഉപയോഗിച്ചിരുന്ന രാഷ്ട്രീയ ആയുധങ്ങൾ മതിയാകാതെ വന്ന ഒരു ഘട്ടത്തിലാണ് അതിലേറെ സൂക്ഷ്മവും അതിലേറെ നേരിട്ടുമുള്ള ഒരു മാർഗം തെരഞ്ഞെടുത്തിരിക്കുന്നത്. സർക്കാർ പരസ്യം ഇനി പൊതുവേദികളിൽ മാത്രമല്ല, നേരിട്ട് ജനങ്ങളുടെ വീടുകളിലേക്കാണ് എത്തുന്നത്. അതായത് നമ്മുടെ കറണ്ട് ബില്ല് വഴി. ഒരു വൈദ്യുതി ബിൽ എന്നത് എന്തിനാണ്? ഉപഭോക്താവ് ഉപയോഗിച്ച വൈദ്യുതി യൂണിറ്റുകളും അതിന് അടയ്ക്കേണ്ട തുകയും രേഖപ്പെടുത്തിയ ഒരു അക്കൗണ്ടിംഗ് ഡോക്യുമെന്റ് ആണ്. അത്രയേ ഉള്ളൂ. അതല്ലേ നമുക്ക് പറയാവുന്നത്. അതൊരു രാഷ്ട്രീയ പ്രസ്താവനയോ ഭരണ നേട്ടങ്ങളുടെയോ പട്ടികയാണോ? ഒരിക്കലുമല്ല. എന്നാൽ ഇപ്പോൾ ആ രേഖയിൽ സർക്കാർ സ്വന്തം ഭരണത്തിന്റെ സർട്ടിഫിക്കറ്റ് അങ്ങ് എഴുതി ചേർക്കുകയാണ്. അതും ഉപഭോക്താക്കൾ തന്നെ പണം കൊടുത്തു വാങ്ങുന്ന ഒരു ബില്ലിൽ. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 10 വർഷങ്ങൾ എന്ന വാചകം കേൾക്കുമ്പോൾ തോന്നുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദമായി കേരളം അൺഇന്ററപ്റ്റഡ് പവർ സപ്ലൈന്റെ മാതൃകയായിരുന്നുവെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതാണോ? ട്രാൻസ്ഫോർമർ കത്തിയ രാത്രികളും മണിക്കൂറുകളോളം നീണ്ട അപ്രഖ്യാപിത വൈദ്യുതി മുടക്കങ്ങളും വോൾട്ടേജ് ഇടിഞ്ഞ് ഉപകരണങ്ങൾ കത്തിയ അനുഭവങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. ഇതെല്ലാം കേരളത്തിൽ ഉണ്ടായിട്ടും സർക്കാർ പറയുന്നത് പവർ കട്ടില്ല എന്ന്. ഈ പവർ കട്ട് എന്ന ഔദ്യോഗിക പദം ഉപയോഗിച്ചില്ല എന്നത് കൊണ്ട് ജനങ്ങൾ അനുഭവിച്ച യാഥാർത്ഥ്യങ്ങൾ ഇല്ലാതാകില്ലേ? വാക്കുകൾ മാറ്റിയാൽ അനുഭവങ്ങൾ മായായി പോകുമെന്നാണോ സർക്കാർ കരുതുന്നത്? ജനങ്ങളെ കുറിച്ചുള്ള ഒരു അവഹേളനമാണിത്. ഇതൊരു അബദ്ധമോ ഉദ്യോഗസ്ഥ പിഴവോ ആയി തള്ളിക്കളയാൻ നമുക്കാവില്ല. കാരണം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് സംസ്ഥാനത്ത് ഏകദേശം 1.42 കോടി ഉപഭോക്താക്കളുണ്ട്. ഇതിൽ ഭൂരിഭാഗവും സാധാരണ ഗാർഹിക ഉപഭോക്താക്കളാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വപ്നം കാണാനാകാത്ത അത്ര വലിയ നേരിട്ടുള്ള ജനസമ്പർക്കമാണിത്. ആ ജനസമ്പർക്കം പാർട്ടി ഫണ്ട് ഉപയോഗിച്ചല്ല, ഉപഭോക്താക്കളുടെ സ്വന്തം പണം ഉപയോഗിച്ചാണ് നടക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും ഗൗരവമായ വസ്തുത. സർക്കാർ പരസ്യം സർക്കാർ ചെലവിൽ നടത്തുന്നതിൽ ജനാധിപത്യത്തിൽ അസാധാരണതയില്ല. പക്ഷേ സേവന ബില്ലുകൾ അതിനെ ഉപയോഗിക്കുന്നത് ഒരു അതിർത്തി ലംഘനം കൂടിയാണ്. ഇന്ന് കറണ്ട് ബില്ല്, നാളെ വെള്ളക്കരം, പിന്നെ നാളെയോ ഭൂനികുതി. ഇങ്ങനെ ഓരോ പൊതുസേവന ബില്ലും സർക്കാരിന്റെ സ്വയം പ്രശംസയ്ക്കുള്ള വേദിയാകുമോ എന്നാണ് ഇപ്പോൾ എന്റെ സംശയം. KSEBയെ ഒരു പൊതുസേവന സ്ഥാപനത്തിൽ നിന്ന് സർക്കാരിന്റെ PR ഏജൻസി ആക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ എന്റെ സംശയം. ഇതിന് പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഇതിനൊപ്പം തന്നെ ഇന്ധന സർചാർജ് ഈ മാസം കുറഞ്ഞതും വലിയ നേട്ടമായി അവതരിക്കപ്പെട്ടിരുന്നു. മാസ ബില്ലുള്ളവർക്ക് സർചാർജ് ഇല്ല. 2 മാസത്തിലൊരിക്കൽ ബില്ല് കിട്ടുന്നവർക്ക് യൂണിറ്റിന് 4 പൈസ മാത്രം. എന്നാൽ ഇതിന്റെ പിന്നിലെ സത്യം വളരെ ലളിതമാണ്. 2025 ഡിസംബറിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ചെലവ് കുറഞ്ഞതിന്റെ അക്കൗണ്ടിംഗ് ഫലമാണിത്. ഇത് ദീർഘകാല ഒരു നയത്തിന്റെ ഫലമൊന്നുമല്ല കേട്ടോ. വിപണി സാഹചര്യങ്ങളിൽ ഉണ്ടായ താൽക്കാലിക മാറ്റത്തെ ഭരണവികമായി ഒന്ന് ചിത്രീകരിക്കുകയാണ് സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. ഇനി അടുത്ത മാസം സർചാർജ് കൂടിയാലോ? അതും ഇതേ ബില്ലിന്റെ സത്യസന്ധമായി വിശദീകരിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരമൊന്നും വ്യക്തമല്ല. തിരഞ്ഞെടുപ്പ് നടക്കുന്ന മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ എങ്ങനെയും പവർ കട്ട് ഒഴിവാക്കണം എന്നത് സർക്കാരുടെ രാഷ്ട്രീയ നിർബന്ധമാണ്. കടുത്ത വേനലിൽ ലോഡ് ഷെഡിംഗ് വന്നാൽ അതിന്റെ വില അങ്ങ് ബൂത്തിൽ കൊടുക്കേണ്ടി വരുമെന്ന് പിണറായി വിജയന് നന്നായിട്ട് അറിയാം. അതിനായി അടിയന്തര കരാറുകളും താൽക്കാലിക ക്രമീകരണങ്ങളും ഒക്കെ നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവ ചരിത്ര നേട്ടം എന്ന പേരിൽ ബില്ലിൽ അച്ചടിക്കുന്നത്, ദീർഘകാല ഭരണവിജയമായി അവതരിപ്പിക്കുന്നത് യാഥാർത്ഥ്യത്തോട് ചെയ്യുന്ന വലിയ അനീതിയാണ്. ഇത് ഗവൺമെന്റ്സ് ഒന്നുമല്ല, എലക്ഷൻ മാനേജ്മെന്റ് ആണ്. ഇവയെല്ലാം നടക്കുന്നത് നമ്മുടെ പിണറായി സർക്കാർ നയിക്കുന്ന സർക്കാരിന്റെ കാലത്താണ് എന്നതും വലിയ കോമഡി. വികസനം പറയാൻ ബില്ല് വേണം, നേട്ടം പറയാൻ അക്കൗണ്ടിംഗ് രേഖകൾ വേണം. എന്നാലോ തെരഞ്ഞെടുപ്പ് എടുത്താൽ സർക്കാർ തന്നെ ഒരു പ്രചരണ ഏജൻസിയായി അങ്ങ് മാറും. LDF വരും, എല്ലാം ശരിയാകും. ഇതാണ് ഇപ്പോഴത്തെ ഭരണരീതി. അവസാനം കാര്യങ്ങൾ വളരെ ലളിതമാണ്. കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നത് ബില്ലിൽ അച്ചടിച്ച വാചകം തീരുമാനിക്കൊന്നുമില്ല. അത് തീരുമാനിക്കുന്നത് വേനലിലെ രാത്രികളാണ്. ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന നിസ്സംശയ സത്യം മാത്രം.
സർക്കാരിന്റെ ഈ സ്വയം പ്രശംസ ബില്ലിൽ അച്ചടിച്ചാൽ ജനങ്ങളുടെ ഓർമ്മ മായുമെന്ന് കരുതുന്നത് അപകടകരമായ ഒരു രാഷ്ട്രീയ അഹങ്കാരമാണ് എന്റെ പിണറായി സഖാവേ. ഇതൊരു കറണ്ട് ബില്ലല്ല, അധികാരത്തിന് ഉപയോഗവും ദുരുപയോഗവും തമ്മിലുള്ള അതിർത്തി എവിടെയാണെന്ന് ചോദിക്കുന്ന ഒരു രേഖ കൂടിയാണ്.